കർത്താവേ, അയ്യോ രക്ഷിക്കണേ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. എന്തോന്നാണ് അവിടുത്തെ സൗണ്ട്? പിള്ളേരുടെ കുരുത്തക്കേട്. കർത്താവേ, കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? എടാ, എങ്ങനെ കുത്തി മറിഞ്ഞാലേ നിന്റെ പെടലി ഉളുക്കത്തില്ലയോ? പ്രാക്ടീസ്. എടാ, നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നിനക്ക് പിന്നെ മനസ്സിലാവും കേട്ടോ. നിനക്ക് നല്ല വീക്ക് കിട്ടണം, അതാണ്. ഞങ്ങള് കുറച്ചേരം കളിച്ചിട്ട് നിർത്താ പാപ്പ. എന്റെ പൊന്നുമക്കളെ, വേറെ എന്തെല്ലാം കളിയുണ്ട്. ഈ തലകുത്തി മറിഞ്ഞാലേ പെടല് വിളിക്കും, അറിയാലോ. ഈ കളി വേണ്ട, വേറെ വല്ല കളി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മക്കളെ. ഇതൊക്കെ നിങ്ങൾക്ക് അതാ ഒട്ടും നീക്കട്ടെ കേട്ടോ. നിനക്കത് മനസ്സിലാവൂ, ഇപ്പോഴല്ല പിന്നെ. ആരോട് പറയാനാ? നമുക്ക് കളിക്കാം. നാളെ പള്ളിയല്ലേ, നാളെ നമ്മളെ വേദപുസ്തകം പഠിപ്പിക്കും. അത് പറഞ്ഞാലും ശരിയാണല്ലോ. എടാ, ഇന്നാളെ നിങ്ങളെല്ലാരും വീട്ടിൽ പോയിക്കോ. ഞാൻ പോയി ഒരുങ്ങട്ടെ, പള്ളിയിൽ പോണം എനിക്ക്. ശരി, ബൈ ബൈ ബൈ. നമുക്ക് പോവാം. അല്ല കപ്പിയാരേ, നമ്മുടെ മറ്റേ വറിയതിന്റെ പെണ്ണുമ്പിള്ളയില്ലേ? ഏതോ തൊടിയില്. അത് ഗൾഫിൽ പോയിട്ട് ഏതാണ്ട് 3-4 മാസമല്ലേ ഉള്ളൂ. ആണ്. അത് കാരണം ഇപ്പൊ ഒരു 1 ഏക്കർ വസ്തു മേടിച്ച് ഒരു 2 നില വീടും വെച്ച്. എങ്ങനെ എല്ലാം കർത്താവിന്റെ കൃപ, അല്ലാതെ എന്തോ പറയാനാ? കർത്താവിന്റെ കൃപ എന്നായിരിക്കൂല, ഭർത്താവിന്റെ കൃപയായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് അതിൽ കാശുണ്ടാക്കുന്ന വിഷയം കാണും. എന്താ പറയുക, ഒരു മുള്ളു വെച്ച സംസാരം. മുള്ളു വെക്കുന്നുണ്ടാവേ. ഞാൻ കണ്ട കാര്യ പറഞ്ഞോളേ. പറയൂ, തന്നെ കണ്ടെന്നാ പറയുന്നേ. അയ്യട്ടെ, അവളെ പറഞ്ഞപ്പോ കപ്പിയാർക്കങ്ങ് കൊണ്ടല്ലേ. പറയതേ, നിന്റെ മനസ്സിൽ മൊത്തവും പിശാച് കൂടിയിരിക്കുക. നീ ആ പള്ളിയിൽ ചെന്നിട്ട് ഒന്ന് മുട്ടിപ്പായൊന്ന് കുമ്പസരിക്ക്, ഇപ്പൊ എല്ലാം മാറും. ഓഹോ, നല്ല കൊതുകാടി ഉണ്ട്, കുമ്പസരിച്ചാ മാറൂ. നീ ചെന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, അപ്പൊ നിനക്കറിയാം. വല്ലവന്റെ പെണ്ണുമ്പിള്ളി പറയുമ്പോഴത്തേക്ക് കപ്പിയാർക്ക് നോക്കും. ഇപ്പൊ നമ്മുടെ പള്ളിയിലുള്ളയില്ലേ? നമ്മുടെ പള്ളിയിലാ? ഇത് നമ്മുടെ ചാക്കോ മാപ്പിളയുടെ മോൻ, കൊച്ചുമോൻ. ഓ, മക്കളെ മനസ്സിലായി. മക്കളെ ഇപ്പൊ എവിടെ പോയിട്ട് വരുക? അടുത്ത ആഴ്ച എന്റെ ആദ്യ കുർബാനയാ. ഞാൻ പള്ളി പോയിട്ട് വരുവാ. അച്ഛനെ 10 കൽപ്പനകൾ പഠിപ്പിച്ചു. എന്നിട്ട് മക്കളെല്ലാം പഠിച്ചാ? അതിലെ 6ാം പ്രമാണം എനിക്ക് മനസ്സിലായില്ല. 6ാം പ്രമാണം എന്തോ പേര്? 10 കൽപ്പന ഉള്ളതറിയാലോ. സിനിമ നടി കൽപ്പന അറിയാം. ഇത് ഏത് 10 കൽപ്പന? അത് വ്യഭിചാരം. വ്യഭിചാരോ? വ്യഭിചാരം അറിയത്തില്ല? ഇത് വരും. ആ ചാക്കമാപ്പിളയുടെ കൊച്ചുമോനില്ലേ മോനെ, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ നിന്റെ അപ്പൂപ്പനില്ലേ, അപ്പൂപ്പനിൽ നിന്റെ അപ്പാപ്പനില്ലേ ചാക്കോ മാപ്പിള, പുള്ളിയുടെ അടുത്ത് വെച്ചാൽ മതി. പുള്ളി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെല്ലാം പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ മതി. മക്കളെന്നാ വീട്ടിൽ ചെന്ന് ചോദിക്കും. പഞ്ചായത്തിലെ ഏറ്റവും വലിയ വിചാരിയാണ് എന്റെ മാപ്പിള അപ്പൂപ്പൻ. ചെല്ലി ഞാനെന്ത് പരിപാടിയാ കാണിച്ചത്? കൊച്ചുങ്ങളോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പാപ്പനോടൊക്കെ ചെന്ന് ചോദിക്കാൻ. പിന്നെ കപ്പേര് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. ശ്വാസം വിട്ടുപോയി. എടാ, നീയൊക്കെ എന്തിനാണ് പൊക്കിക്കൊണ്ടുവരുന്നത്? അപ്പ എന്തിനാ അപ്പ ഇവിടെ ഈ സാധനമൊക്കെ കൊടുക്കുന്നേ? എന്റെ പൊന്നു മോനെ, ഞാൻ കൊടുത്തില്ല. എന്റെ മാതാവിനെ പേടിച്ചു ഒന്നാമത് വിഷമത്തിൽ ഇരിക്കുന്നേ. നീ പേടിച്ചല്ലേ ഉള്ളു, ഞാനെക്കാളും കൊണ്ടേ പോയി. നീ പേടിക്കണ്ടാ.
അവൻ അങ്ങനെ പൊട്ടിക്കത്തി ഇടക്കിടക്ക് പൊട്ടിച്ചോണ്ട് പോകും. ഓ, കണ്ണോ അപ്പം പേടിക്കാതിരി. എനിക്ക് എന്താ അടുത്തൊരു വിഷമം? അപ്പാപ്പ ഓ ഇന്നലെ അച്ഛൻ എന്നെ 10 കൽപ്പനകൾ പഠിപ്പിച്ചു. ആഹാ അതിലെ 6ാം പ്രമാണം എനിക്ക് മനസ്സിലായില്ല. അപ്പാപ്പ അപ്പാപ്പ ഈ വ്യഭിചാരം എന്ന് വെച്ചാൽ എന്താ? കൊച്ചു വായിലാണ്ടാ വലിയ വർത്താനം പറയണത്. അപ്പൊ അത് മക്കളെ നിന്നിട്ട് വണ്ടി വണ്ടി കുണ്ടി. അതെ നിന്റെ അടുത്ത് ഞാൻ എന്താണ് ആരെന്റെ അടുത്ത് പറഞ്ഞു തന്നത്? അതപ്പാപ്പ പള്ളിയിലെ കപ്പയാരങ്ങളും വർഗീസങ്ങളോടും ഞാൻ ചോദിച്ചു. ആഹാ അപ്പം അവര് പറഞ്ഞത് അപ്പാപ്പനോട് ചോദിക്കുന്നതാണ്. അപ്പാപ്പനെല്ലാം അറിയാമെന്നും പറഞ്ഞ്. ഞാനോ എന്ന് നീ എന്തിനു പോയേ? ആ കപ്പേരി ഒന്ന് കാണട്ടെ. പറഞ്ഞതാ അപ്പാപ്പ, എടാ പറഞ്ഞതാ അപ്പാപ്പ. ഈ വ്യഭിചാരം എന്ന് വെച്ചാൽ എന്താ? കർത്താവേ മോനെ പറ അപ്പാപ്പ. അവൻ എന്നെ കൊണ്ടേ പോവുക. ആ കപ്പേരി ഞാൻ കാണട്ടെ നാളെ. മോനെ അതൊന്നുമില്ല. അപ്പാപ്പ ഇന്നാലൊന്ന് പറ അപ്പാപ്പ, കഷ്ടമുണ്ട്. അവനൊരു പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ. മക്കളെ അത് അങ്ങനെ ഒന്നും അല്ലടാ പിള്ളേര്. അതെ നീയൊക്കെ ഇന്നലെ കിടന്ന് കുത്തി മറിഞ്ഞില്ലേ? വീട്ടിനകത്ത് കുത്തി മറിഞ്ഞ ഓർമ്മയുണ്ടാ? അതാണ് വ്യഭിചാരം. അതിന് ചെയ്യല്ലേ കേട്ടോ. അയ്യോ അപ്പാപ്പ സോറി, ഞാൻ എന്നെ ചെയ്യത്തില്ല. അതിന് കഞ്ഞി കറി വിളിച്ചാൽ കുത്തി മറിയല്ലേ? അതാണ് നീ പോ നീ പോ നീ പോ നീ പോയിട്ട് വെള്ളം മേടിച്ചു കൂടി പോ പോ. എനിക്ക് ഇത്തിരി വെള്ളം എടുക്കാൻ പറ. പരിദാഹം പരിദാഹം പോ. അയ്യോ അവൻ പോയോ? കർത്താവേ ഈ സത്യവേദ പുസ്തകം കൈവച്ചുകൊണ്ട് പറയുക, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. ദൈവമേ, ഇത്രയും നാളും ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? നാളെ തന്നെ പള്ളിയിൽ പോയി അച്ഛനോട് കുമ്പസാരിക്കണം. സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നമ്മളുടെ പാപം എത്ര കടുംചുമപ്പായാലും സർവശക്തനും കൃപാലുമായ ദൈവം അത് ഹിമം പോലെ അവിടെ നിന്ന് വെളുപ്പിച്ചു തരും. ആയതിനാൽ നിന്റെ കുഞ്ഞു മനസ്സുകൊണ്ടോ അറിവുകൊണ്ടോ അറിവ് കൂടാതെയോ മനസ്സുകൊണ്ടോ മനസ്സുകൂടാതെയോ നീ ചെയ്ത എല്ലാ തെറ്റുകളും ദൈവസന്നിധിയിൽ ഏറ്റു പറയുക. അച്ചോ, അപ്പുറത്തെ വീട്ടിലെ വർക്കിച്ചേട്ടന്റെ ഞാൻ ഓടെറിഞ്ഞു പൊട്ടിച്ചു കല്ലും വെച്ച്. പിന്നെ അമ്മ കാണാതെ ഞാൻ പാൽപ്പൊടി കട്ട് തിന്നു. പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ പോക്കറ്റിൽ നിന്ന് 5 രൂപ എടുത്തോണ്ട് പോയി ഒരു തേൻമുട്ടായി വാങ്ങിച്ചു കഴിച്ചു. ഇതൊന്നും കുഴപ്പമില്ല അച്ചോ. അച്ഛൻ ഞാൻ 6ാം പ്രമാണം ലംഘിച്ചു. ഞാൻ കുറെ വ്യഭിചാരങ്ങൾ ചെയ്തു. അച്ചോ, ഞാൻ ഒരു വട്ടമല്ല കുറെ വട്ടം ഞാൻ ചെയ്തു വ്യഭിചാരങ്ങൾ. ജോമോനെ, നീ എന്തോ ഈ പറയുന്നേ? വ്യഭിചാരം എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? ജോമോനെ, നീ എന്തോ ഈ പറയുന്നേ? വ്യഭിചാരം എന്ന് വെച്ചാൽ നിന്റെ ഈ ചെറിയ പ്രായത്തിൽ അതെന്താണെന്ന് നിനക്കറിയാമോ? നീയും പിന്നെ ആരാ കൂടെ? അപ്പുറത്തെ വീട്ടിലെ കുട്ടൂസിനും ഇത്താത്തയും എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ ലെബാനും പിന്നെ ജിബിനും അവരൊക്കെ ഉണ്ടായിരുന്നു. ഇത് എവിടെ വെച്ചാ സംഭവിച്ചേ? പിന്നെ കിച്ചണിലും എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ ബെഡ്റൂമിലാ ഏറ്റവും കൂടുതൽ ഞങ്ങള് വ്യഭിചാരം ചെയ്ത്. കിച്ചണിലും ബെഡ്റൂമിലും അയ്യത്തും എല്ലായിടത്തും ചെയ്ത്. നിന്നെ കൊണ്ട് ചെറിയ പ്രായത്തിൽ ഇതൊക്കെ പറ്റൂ? ജോമോനെ, പറ്റുമച്ച. നീ എങ്ങനാ ചെയ്തേ? ഒന്ന് കാണിക്കാമോ? കാണിക്കാം. കാണിക്കട്ടെ? ശരി ശരി, നിക്ക്. എന്നാ നീ ഒന്ന് കാണിക്ക.
ഇത് മോനെ മതി എന്തുവാടി മതി ഇത്? മതി. ഇങ്ങനാണോ നീ ചെയ്തേ? ആണ്. ശരിക്കും ഇങ്ങനെ തന്നെ നീ ചെയ്തേ? അങ്ങനെ തന്നെ അച്ഛാ. ബാ നീ ബാ. ഈ കുഞ്ഞ് എന്തോ പാവം ചെയ്തിട്ടാണോ എന്തോ ഇതിനെ കൊണ്ട് ഇങ്ങനെ ഇട്ട് ചാടി. ഇപ്പൊ എന്റെ പാവമൊക്കെ കേൾക്കാൻ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ പോവാ. കുമ്പസാരം ഒക്കെ സ്വന്തമായിട്ട് ചെയ്തോളാം. എന്താ പറയുന്നത്? കുമ്പസാരം കഴിഞ്ഞു? നിങ്ങൾ എല്ലാരും എന്തോ ഇത്ര പെട്ടെന്ന് പോകുന്നേ? കുമ്പസാരോ? അച്ഛൻ മറ്റേ അച്ഛനോ ജർമ്മനി പോയിട്ട് വന്നില്ലേ? അതിനുശേഷം അച്ഛൻ ഇത്തിരി അഹങ്കാരം കൂടുതലാ. എന്താ അഹങ്കാരം? എന്തോ ചെറിയ തെറ്റ് ചെയ്തതിന് ആ കൊച്ചിനായിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ? 10-20 തവണ അവൻ തലേ കുത്തി മറിയുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വഴിയില്ലെന്നാ നിങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്കില്ലേ അവൻ കിടന്ന് കുത്തി മറിയുന്നേ? നീ ഞാൻ ചെയ്ത കുറ്റം വെച്ചിട്ട് വേണമെങ്കിൽ എന്നെ ഇതിന്റെ അപ്പുറം ഇട്ട് കുത്തി മറിയിക്കും. എന്റെ പെടലിൽ കൊടുക്കും. അതുകൊണ്ട് ഞാൻ കുമ്പസരിക്കുന്നില്ല. ഈ അച്ഛൻ മാറിയിട്ടേ ഞാൻ കുമ്പസരിക്കുന്നുള്ളൂ. ചാക്കോമപ്പയുടെ കൊച്ചുമോനല്ലേ? അത് തന്നെ. അന്ന് നമ്മുടെ അടുത്ത് മറ്റേ വ്യഭിചാരത്തിന്റെ കഥ ചോദിച്ചാ അവൻ തന്നെ. കുറച്ച് വേളി പിടിച്ച ഇറക്കനാ. അതിന് മാത്രം വലിയ പാവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാ നിങ്ങളുടെ കഥയൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പെടലി ഒടിഞ്ഞു പോകും ഈ കഥ കേട്ട് കഴിഞ്ഞാൽ. ഒടിയോ? അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത്. എന്നാ പൊക്കോ. ഞാൻ അച്ഛൻ്റെ കൂടെ പറഞ്ഞോളാം. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പൊക്കോളാം. ഓ, നിന്റെ സർവ്വഭാവങ്ങളും കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. നീയേ പോയിട്ട് ആ ദൈവത്തിന് തിരുമുമ്പാകെ പോയിരുന്ന പ്രാർത്ഥിയില്ലേ, കർത്താവ് നിന്റെ പാവങ്ങളെല്ലാം പൊറുക്കട്ടെ. ഇനി ഞാൻ വ്യഭിചാരം ഒന്നും ചെയ്യത്തില്ല ദൈവമേ. എന്റെ കൂട്ടുകാരെയും എല്ലാരും ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ദൈവം എന്നെ ക്ഷമിക്കണേ. അന്ന് അപ്പാപ്പൻ എന്നോട് പറഞ്ഞു തന്നായിരുന്നു, ഈ തലകുത്തി മറിയുന്നതൊക്കെ വ്യഭിചാരം അമ്മയെ ഒന്നും ചെയ്യല്ലെന്ന്. ഞാൻ അനുസരിക്കാത്ത അതെല്ലാം ചെയ്ത് അപ്പ പറഞ്ഞത് ഞാൻ കേൾക്കത്തണ്ടേ ഞാൻ അനുഭവിക്കുന്നു. ആമീൻ.